മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന് പരാതി. ശസ്ത്രക്രിയക്കിടെ 73-കാരിയുടെ കാലിലെ ഞരമ്പ് മുറിഞ്ഞു. കാലുവേദനയെ തുടർന്ന് നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിനി പാർവതി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. സർജറിക്ക് ശേഷം ഗുരുതരാവസ്ഥയിലായ വയോധികയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ഞരമ്പ് മുറിഞ്ഞതായി കണ്ടെത്തിയത്. കാലിന്റെ ചലനശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് എന്ന് ബന്ധുക്കൾ പറയുന്നു. പ്രതികരണം കേൾക്കാം. ഞങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് അമ്മമ്മയ്ക്ക് കാലിന് വേദനയാണ് കാണിക്കാൻ പോയതായിരുന്നു. അതിൽ അവർ ചെക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല, ECG റിപ്പോർട്ടും ഒക്കെ ഓക്കെ ചെയ്തിട്ട് അവിടുന്ന് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതിലൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ്റെ ഡേറ്റ് തന്നുകൊണ്ട് 10-ാം തീയതി അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. ഈ മാസം 10-ാം തീയതി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അഡ്മിറ്റായി ഓപ്പറേഷനൊക്കെ ചെയ്ത് വാർഡിക്ക് 11 മണിയായപ്പോൾ രാവിലെ മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓരോ എക്സ്റേ എടുക്കണം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കാൻ വേണ്ടി എക്സ്റേ എടുപ്പിച്ചു. അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വാർഡിക്ക് തന്നെ മാറ്റി അവിടെ കടത്തി. പിന്നെ രാത്രി ആയപ്പോൾ കാലിൻ്റെ കളറൊക്കെ അങ്ങനെ മാറി. കളർ മാറിയപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പോയി പറഞ്ഞപ്പോൾ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു ആദ്യം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ തന്നെ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എങ്ങോട്ടേലും കൊണ്ടുപോയിക്കോളി, നിങ്ങൾക്ക് പറ്റിയ എവിടെയാണെന്ന് വെച്ചാൽ വിളിച്ചിട്ട് കൊണ്ടുപോയിക്കോളി പറഞ്ഞു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടി DMO. കുടുംബം DMOയ്ക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് നടപടി. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. സോണൽ, കാലിന്റെ ഞരമ്പ് മുറിഞ്ഞു പോയിരിക്കുന്നു. കാലിന്റെ ചലനശേഷി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പറയുന്നത് ഗുരുതരമായ ചികിത്സാ പിഴവാണ്. മാത്രമല്ല ആശുപത്രിയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കോളൂ എന്നാണ് ഒരാളോട് പറയേണ്ടത്. തീർച്ചയായിട്ടും കടുത്ത അനാസ്ഥ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കുടുംബവും വ്യക്തമാക്കുന്നത്. അവരുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അതായത് കഴിഞ്ഞ 10-ാം തീയതിയാണ് അവർ ആശുപത്രിയിൽ കാലുവേദനയ്ക്കുള്ള സർജറിക്കായി അഡ്മിറ്റ് ആകുന്നത്. അങ്ങനെ 12-ാം തീയതി സർജറി കഴിയുന്നു. സർജറി കഴിഞ്ഞ് 11 മണിയോടുകൂടി അവരെ വാർഡിലേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഏകദേശം വൈകിട്ടോടാകുമ്പോഴാണ് ആ കാലിന് പൂർണ്ണമായി കറുത്ത നിറം സംഭവിക്കുന്നത് അവർ കണ്ടത്. പിന്നീട് തണുത്തുറഞ്ഞ സ്ഥിതിയിലായിരുന്നു ആ കാലുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ സംശയം തോന്നിയിട്ടാണ് പിന്നീട് അവർ ഡോക്ടറെ പോയി കണ്ടത്. പക്ഷേ ഡോക്ടർ അതിൽ കൃത്യമായി ഇടപെട്ടില്ല. പിന്നീട് പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കോളൂ, ഇവിടെ തുടർ ചികിത്സ സാധ്യമല്ല എന്നുള്ള രീതിയിലാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായത്. ഉടൻ തന്നെ ആ ഡോക്ടർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ആംബുലൻസ് വിളിച്ച് അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ അവർക്കും ഡോക്ടർമാർക്കും വലിയ വ്യക്തത ഉണ്ടായിരുന്നില്ല. പിന്നീട് എക്സ്റേയും അതുപോലെ തന്നെ സ്കാനിങ്ങും ഉൾപ്പെടെ എടുത്തതിന് ശേഷം മാത്രമാണ് ഇതാണ് പ്രശ്നം എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു വ്യക്തത വന്നത്. പിന്നാലെ തന്നെ കൃത്യമായി ഏകദേശം ഇന്ന് വരെ 3ഓളം സർജറികൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഈ കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നടത്തിയ സർജറിയിലാണ് ഈ ഒരു അപാകത വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എക്സ്റേ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് പുറത്തുവിടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നത് വ്യക്തമാണ്. ഞരമ്പ് മുറിച്ചതിന് പിന്നാലെ ആ കാലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആശുപത്രിയിൽ നിന്ന് അവരോട് വളരെ അധാർമികമായ ഒരു പ്രതികരണമാണ് ഉണ്ടായത് എന്നതും എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. എന്തായാലും കഴിഞ്ഞ 10-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. DMOയുടെ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി.